ഹലോ ടീം. ഇതൊരു ബെം നെയിമിംഗ് കൺവെൻഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പം ഒരു നെയിമിംഗ് കൺവെൻഷൻ എന്ന് പറയുന്നത്, ഒരു നെയിമിങ്ങിന് ഒരു സിസ്റ്റം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ആവശ്യമാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ചേഞ്ചസ് പിന്നെ ഉണ്ടാകാം. പലരായിരിക്കും അതിൽ വർക്ക് ചെയ്യുന്നത്. ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം, ചിലപ്പം കുറേ നാൾ കഴിഞ്ഞിട്ട് എന്തൊരു ചേഞ്ചസ് വേണ്ടി വരാം. അപ്പം നമ്മുടെ ഒരു നോർമൽ, നമ്മളൊരു ലേൺ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ക്ലാസ് ഇടുന്നു, കുറച്ച് സെലക്ടറുകൾ പഠിക്കുന്നു, അത് വെച്ച് ഇങ്ങനെ ചെയ്ത് പോകുന്നു. അപ്പോൾ അതേ അപ്രോച്ചിൽ നമുക്ക് വലിയ പ്രോജക്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ എത്രമാത്രം പറ്റുമെന്നുള്ളത് ഒരു പ്രശ്നമുണ്ട്. അപ്പം ബെം എന്ന് പറയുന്നത് ഒരുപാട് മുമ്പ് തന്നെ വന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇപ്പോൾ റിയാക്റ്റോ ആംഗുലറോ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളൊന്നും ഇല്ല. അപ്പോൾ വന്നൊരു ഇത് യാഹൂ പോലെയൊക്കെ, യാഹൂ ഒക്കെ ആയിരുന്നു ഇപ്പോഴത്തെ വലിയ സെർച്ച് എഞ്ചിൻ. ജിമെയിൽ, ഗൂഗിളൊന്നും അപ്പോൾ വന്ന് തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ആ സമയത്ത് വരുന്നത്, അപ്പോൾ കമ്പോണൻറ്റ് ബേസ്ഡ് അപ്രോച്ച് ഫോർ വെബ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ആവശ്യമായിരുന്നു. കാര്യം വലിയ HTML പേജിലും വലിയ CSS-ലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അതിന് ഒരു സ്ട്രക്ചർഡ് അപ്രോച്ചിന് വേണ്ടി പല ഇതുപോലെ SMA, CSS, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്, പല മെത്തേഡ്സ് വന്നിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ പോപ്പുലറാണ്. പിന്നെ ഇപ്പം നമ്മൾ CSS ഒരു പേജ് എഴുതി CSS എഴുതുകയാണെങ്കിൽ ഇപ്പോഴും ഇത് റെലവൻ്റ് ആണ് എന്നാണ് പൊതുവേ ഉള്ളൊരു അഭിപ്രായം. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ നെയിമിംഗ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കമ്പോണൻറ്റ് ബേസ്ഡ് അപ്രോച്ച് എന്ന് പറയുമ്പം ഓരോ കമ്പോണൻറ്റുകൾ നമ്മൾ ഇപ്പോൾ അറിയാം, റിയാക്ട് കമ്പോണൻറ്റുകളായിട്ടിരിക്കുന്നു. പാരൻറ്റ് ചൈൽഡ് നെസ്റ്റഡ് ആയിട്ട് കമ്പോണൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബ്ലോക്കുകളുണ്ട്. അതിനകത്ത് കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. എലമെൻറ്റ്സിനകത്ത് പിന്നെയും നെസ്റ്റഡ് ആയിട്ട് ബ്ലോക്കുകൾ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ബ്ലോക്കായിട്ട് തിരിച്ച് എന്നിട്ട് അതിനെ എങ്ങനെ നെയിം ചെയ്യാവുന്നതിനൊരു രീതി, അതാണ് ബെം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലെ 3 എൻറ്റിറ്റീസ് എന്ന് പറയുന്നത് ബ്ലോക്ക്, എലമെൻറ്റ് ആൻഡ് മോഡിഫയർ ആണ്. എൻറ്റിറ്റീസ് 3 ഉണ്ടെങ്കിലും ഇതിൽ മെയിൻ HTML എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ബ്ലോക്കും എലമെൻറ്റും ആണ്. ഔട്ടർ റാപ്പിംഗ് അത് കണ്ടെയ്ൻ ചെയ്യുന്ന ഡിവ് എന്ന് പറയുന്നത് ബ്ലോക്ക്, അതിനകത്ത് വരുന്ന എലമെൻറ്റ്സ് HTML എലമെൻറ്റ്സ്, അതിനെ എലമെൻറ്റ് എന്ന് പറയും. പിന്നെ ഇതിന് വരുന്ന എന്തെങ്കിലും മോഡിഫിക്കേഷൻ, പിന്നെ അതിന് കോമൺ ആയിട്ട് കുറേ എലമെൻറ്റുകൾ വന്നിട്ട് ഒരു എലമെൻറ്റിന് അഡീഷണൽ ഒരു മോഡിഫിക്കേഷൻ വേറൊരു സ്ഥലത്ത് കൊടുക്കണമെങ്കിൽ ഉപയോഗിക്കുന്ന എൻറ്റിറ്റിയാണ് മോഡിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ മെത്തഡോളജി വരുന്ന കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പം പല ഡെവലപ്പേഴ്സ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന നെയിംസ് പലപ്പോഴും നമ്മൾ പല രീതിയിലോ കണ്ടക്സ് അനുസരിച്ച് അല്ലെങ്കിൽ കണ്ടന്റ് അനുസരിച്ചുള്ള പേരുകൾ കൊടുക്കും, അല്ലെങ്കിൽ ജനറിക് നെയിംസ് എന്തെങ്കിലും കൊടുക്കും. അതൊക്കെ നമുക്ക് പിന്നീട് വലിയൊരു CS ആയിട്ട് ഇത് ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ എക്സിസ്റ്റിംഗ് സാധനത്തിൽ എന്ത് ചേഞ്ച് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൽ പോയി ടച്ച് ചെയ്യാൻ നമ്മൾ പേടിക്കും. കാര്യം അത് പിന്നെ എന്താണെന്ന് അറിയില്ല. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പുതിയ അതിൻ്റെ പുറത്തൊരു ക്ലാസ് എഴുതും, പിന്നെ അത് ഈ CSS-ൽ താഴെ വന്നിട്ട് വേറെ കുറേ അഡീഷണൽ CS എഴുതും. അപ്പം 5-6 പേര് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ CSS ഹ്യൂജായിട്ട് ഗ്രോ ആകും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഇന്ന് ഇത് എത്രമാത്രം ലേണാണെന്ന് ചോദിച്ചാൽ, അതൊരു കാര്യം, നമ്മൾ ടെയിൽവിൻഡ് CS ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അറ്റോമിക് CSS, അതായത് എന്തൊക്കെ ക്ലാസ്സുകളാണ് നമ്മൾ ലെഗോ ബ്ലോക്ക് ബിൽഡ് ചെയ്യുന്ന പോലെ ക്ലാസ്സുകൾ പറക്കി വെച്ച് നമ്മൾ ഫ്രണ്ട് എൻഡ് ബിൽഡ് ചെയ്യുന്ന അറ്റോമിക് CS, അതാണ് ഇപ്പോൾ ഏറ്റവും പോപ്പുലർ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ എന്നാലും സ്റ്റിൽ നമുക്ക് ചില കേസുകളിൽ ക്ലാസ് കൊടുത്ത് സ്റ്റൈൽ ചെയ്യേണ്ട കാര്യങ്ങൾ വരും. ഓൾസോ നമുക്ക് വെബ്ഫ്ലോ പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വെബ്ഫ്ലോയിൽ ഈ ബെം എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം ഇതെല്ലാം ഈ സ്പെസിഫിസിറ്റിയും ഓവർ റൈഡിങ്ങും ഒഴിവാക്കാൻ വേണ്ടി ഇതൊരു ഫ്ലാറ്റ്, അതായത് എല്ലാം ഒരു ക്ലാസ്, ഒരു സ്റ്റൈൽ റൂള്, അതിനൊരു ക്ലാസ്. അപ്പോഴത്തേക്കും ഇതിൻ്റെ സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും, ഒറ്റ ക്ലാസ്. അപ്പം വെബ്ഫ്ലോയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വെബ്ഫ്ലോയിലാകുമ്പോഴത്തേക്കും അതുപോലെ കൊടുത്ത് ചെയ്യുന്നതിന് കുറച്ച് ലിമിറ്റേഷൻ കാണും. അപ്പോൾ നമ്മൾ കോംബോ ക്ലാസ് എന്തായാലും ഇടേണ്ടി വരും. അവിടെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നുള്ളത് ഒരുപാട് ട്യൂട്ടോറിയൽസ് കാണുന്നുണ്ട്. അപ്പം ഇതിപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ, ഇത് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു ഓർഡർ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശം. കാര്യം നമ്മളത് ചെറിയ ഇതായാലും നമ്മളത് ഫോളോ ചെയ്ത് എങ്ങനെയാണെന്ന് നമുക്ക് വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ എല്ലാവരും എക്സ്പെരിമെൻ്റ് നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻപുട്സ്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ, യൂസ് കേസുകൾ, നമ്മളിപ്പോൾ ബേസിക്കായിട്ട് ഞാനിപ്പോൾ ഒരു
ചെറിയൊരു HTML ചെയ്ത് നോക്കി. അപ്പോൾ അത് കാർഡാണ്. നമ്മൾ എന്ത് എക്സാമ്പിളിന് ഒരു കാർഡ് എടുത്ത് ചെയ്തു. പക്ഷെ നമ്മൾ വലിയൊരു സൈറ്റ് ചെയ്തു വരുമ്പോഴേ അതിൻ്റെ മറ്റ് പേജുകൾ, മറ്റ് കമ്പോണൻസ് അവിടെയൊക്കെ എങ്ങനെ ഇത് യൂസ്ഫുൾ ആയി എന്നുള്ള ഒരു നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പം ചെയ്ത് നോക്കുമ്പോൾ നമ്മളെല്ലാവരും യൂട്യൂബ് അല്ലെങ്കിൽ മറ്റ് വീഡിയോ ബ്ലോഗുകളിലും നമ്മൾ റെഫർ ചെയ്യാറുണ്ട്. എന്നാലും അതിൻ്റെ കൂടെ അവരുടെ തന്നെ മെത്തഡോളജി അല്ലെങ്കിൽ അത് ഞാൻ ഡോക്യുമെന്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സൈറ്റുകളും കൂടെ ഒന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ മോഡിഫയറിൻ്റെ സിൻടാക്സ് ഇവിടെ ഒരു അണ്ടർസ്കോർ ഉപയോഗിച്ചേക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ആൾട്ടർനേറ്റ് നെയിമിംഗ് കൺവെൻഷനിൽ മോഡിഫയറിൽ അണ്ടർസ്കോർ ഉപയോഗിച്ചേക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും കോമൺ ആയിട്ട് നോക്കുമ്പോഴത്തേക്കും ഡബിൾ ഡാഷ്, മോഡിഫയറിന് ഡബിൾ ഡാഷ് കൊടുത്തതായിട്ട് എല്ലാവരും എക്സാമ്പിൾ, അതൊരു ആൾട്ടർനേറ്റ് നെയിമിംഗ് സ്കീം 2 സ്റ്റൈൽ എന്നാണ് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കുക എന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ ബ്ലോക്ക് എന്ന് ബ്ലോക്ക് എലമെന്റ് മോഡിഫയർ ഇത് മൂന്നാണ്. ബെം എൻറ്റിറ്റീസ്, കമ്പോണന്റ് ബേസ്ഡ് അപ്രോച്ച് ആണ്, മെയിൻറ്റൈനബിലിറ്റിക്ക് വേണ്ടിയൊക്കെയാണ്. നമ്മൾ പെട്ടെന്ന് ഈസി ആയിട്ട് നമ്മളൊരു HTML നോക്കുമ്പോൾ നമുക്ക് അതെന്താണെന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ നേരത്തെ ചെയ്ത് നോക്കിയ ഇതിങ്ങനെയാണ്. ഇവിടെ നോക്കുമ്പോഴത്തേക്കും കാർഡുകൾ, ഇതിനൊരു പ്രശ്നം പെട്ടെന്ന് ഇനിഷ്യലി തോന്നാം, ഒരുപാട് ക്ലാസ്സുകൾ എന്നുള്ള നമുക്ക് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു സാധാ രീതിയിൽ എഴുതിയിട്ട് ഒരു കാർഡ് എന്ന ക്ലാസ് വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യുന്ന രീതിയിൽ നോർമൽ ഇത് എഴുതിയിട്ടുണ്ട്. ഇതാകുമ്പോഴത്തേക്ക് കാണുമ്പോൾ കുറച്ച് എളുപ്പമായിട്ട് തോന്നാം. പക്ഷെ നമുക്ക് എത്രമാത്രം ഇതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് അറിയാൻ പറ്റില്ല. കാര്യം നമ്മൾ അങ്ങനെ ഒരു വലിയൊരു സൈറ്റിൽ കണക്കിന് പേജും ഒരുപാട് CSS ഫയൽസും ഒക്കെ ഉള്ള ഒരു സൈറ്റിൽ വർക്ക് ചെയ്തുള്ള പരിചയം നമുക്ക് അത്ര ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ സെനാരിയോ അറിയില്ല. അപ്പോൾ ഇതൊരു ഒരു ഇത്രയും നാളും ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു നെയിമിംഗ് എന്ന് പറയുന്നത് ബ്ലോക്കിനെ നെയിം ചെയ്യുന്നത് ഒരു ബ്ലോക്ക് നെയിമാണ്. 1 word or 2 words ബ്ലോക്ക്. ഓക്കെ, ബ്ലോക്ക് നെയിം സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ബ്ലോക്ക് നെയിം അല്ലെങ്കിൽ ബ്ലോക്ക് ഇങ്ങനെ കൊടുത്തിട്ട് നമുക്കൊരു ബ്ലോക്ക് നെയിം ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ആ വാട്ട് ഈസ് ദിസ് അതെന്താണെന്നുള്ളത് വെച്ച് നമുക്കതിന് ഒരു നെയിം കൊടുക്കാം, ബ്ലോക്ക് നെയിം. നമ്മളിപ്പോഴും നെയിമിങ് ചെയ്യുന്ന പോലെ തന്നെ സ്മോൾ ലെറ്റർ യൂസ് ചെയ്യുക, ഹൈഫൺ യൂസ് ചെയ്യാം റിക്വയർഡ്. പിന്നെ ബ്ലോക്കിന് CSS ചെയ്യുമ്പോൾ സ്പെസിഫിസിറ്റി ഒരു ബ്ലോക്കിന് ഒരു ക്ലാസ് വെച്ചിട്ട്, അല്ലാതെ ഓവർ ക്വാളിഫയിങ് ആയിട്ടുള്ള ഇത് അപ്ലൈ ചെയ്യരുത്. സ്കോപ്പുകൾ ഓവർ ക്വാളിഫയിങ്ങിൻ്റെ ആവശ്യമില്ല, ഒറ്റ ക്ലാസ്സിനകത്ത് എഴുതുക. മറ്റ് ഇങ്ങനെ പല സ്ഥലത്തുള്ള പല സെക്ഷനുകളിൽ ഉപയോഗിക്കുന്നത് അത് മോഡിഫയർ ഉപയോഗിച്ച് മാറ്റാം എന്നുള്ളതാണ് പറയുന്നത്. എലമെന്റിന്റെ സ്ട്രക്ചർ, എലമെന്റ് എന്ന് പറയുന്ന ചൈൽഡ് എൻറ്റിറ്റിയാണ്. അത് സെമാൻറ്റിക്കലി ടൈപ്ഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ബ്ലോക്കിനകത്തുള്ള ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ബ്ലോക്ക് നെയിം എന്നാണ് നമ്മുടെ ബ്ലോക്കിനകത്ത് വരുന്ന ടൈറ്റിൽ നമ്മൾ വേറെ എന്തെങ്കിലും ടൈറ്റിലെന്നോ അങ്ങനെ കൊടുക്കില്ല. നമ്മൾ സെമാൻറ്റിക്കലി ടൈഡ് ടു ദ ബ്ലോക്ക് എന്ന് വെച്ചാൽ കറക്റ്റ് ആ ബ്ലോക്ക് നെയിം എന്താണോ __ എലമെന്റ് എന്ന് കൊടുക്കുക. ഇവിടെയും ഡാഷ് കൊടുക്കാവുന്നതാണ് എലമെന്റ് നെയിം. ഇങ്ങനെ കൊടുക്കുക നെയിം കറക്റ്റ്. അപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യണം, ഇന്ന ബ്ലോക്കിന്റെ എലമെന്റ് ആണെന്നുള്ള CSS കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുക്കുന്നത്. __ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ അണ്ടർസ്കോർ കോമൺ ആയിട്ട് CSS ഉപയോഗിക്കാതെ എന്നില്ലെങ്കിൽ
സിംഗിൾ അണ്ടർസ്കോർ കൊടുത്താലും പക്ഷേ ഡബിൾ അണ്ടർസ്കോർ ആണ് ഈ ഇവരുടെ നെയിമിങ്ങിൽ ബെമ്മിൽ പറയുന്നത്. അപ്പോൾ അത് തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് കുറച്ച് എലമെൻറ്റുകൾ, ടാബ്സ് അണ്ടർസ്കോർ ഐറ്റം, ഫീഡ് ഐറ്റം അണ്ടർസ്കോർ ടൈറ്റിൽ, സെർച്ച്, ഇൻപുട്ട്. ഇത് നമുക്ക് നെയിംസിൽ നിന്ന് നമുക്ക് ആ എലമെൻറ്റിനെ കൂടുതൽ മനസ്സിലാക്കാനും എളുപ്പം സാധിക്കും. ഇവിടെയും CSS എഴുതുമ്പോൾ ഒരു ബ്ലോക്ക് ടാബ്സിൻ്റെ ബ്ലോക്കിലുള്ള ഒരു എലമെൻ്റ് ആണ് ടാബ്സ് ഐറ്റം. പക്ഷേ CS എഴുതുമ്പോൾ ഒരിക്കലും അങ്ങനെ എഴുതാതിരിക്കുക. അത് അവോയ്ഡ് ചെയ്യുക. ഇനിഷ്യലി വി ഡോണ്ട് നീഡ് ടു ഒരു സ്കോപ്പ്, ഒരു ഔട്ടർ എലമെൻറ്റിൻ്റെ സ്കോപ്പ് നമുക്ക് CS കൊടുക്കേണ്ട കാര്യമില്ല. ബ്ലോക്കും എലമെൻറ്റും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അത് മോഡിഫൈ ചെയ്യാൻ വേണ്ടി മോഡിഫയറിൻ്റെ ആവശ്യം വരും. അപ്പോൾ തേർഡ് എലമെൻറ്റ് മോഡിഫയർ. അപ്പം മോഡിഫയർ എന്ന് പറയുന്നത് ബ്ലോക്ക് മോഡിഫയറും ഉണ്ട്, എലമെൻറ്റ് മോഡിഫയറും ഉണ്ട്. അപ്പോൾ മോഡിഫയർ എന്ന് പറയുന്നത് ഡബിൾ ഡാഷ് കൊടുത്തിട്ടാണ് അടുത്ത് എഴുതുന്നത്. അതായത് ഇപ്പോൾ ഈ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്ക്, ഇവിടെ ടാബ്സ് എന്ന് പറയുന്ന ബ്ലോക്ക് ഉണ്ട്, ഡബിൾ ഡാഷ് സ്പ്രെഡ്. അപ്പോൾ ടാബ്സ് സ്പ്രെഡ് ആകുക, അങ്ങനെ എന്തോ ഒരു മീനിങ്ങിൽ കൊടുത്തേക്കുന്നു. അപ്പം നമുക്കിത് ബ്ലോക്ക് മോഡിഫയർ ആണെന്ന് മനസ്സിലാക്കാം. കാര്യം ടാബ്സ് എന്ന് പറയുന്ന ബ്ലോക്കാണ്. രണ്ടാമത് ബട്ടൺ തീം റെഡ്. അപ്പോൾ ബട്ടൺ എന്ന് പറയുന്ന ബ്ലോക്കാണ്, ഇത് ബ്ലോക്ക് മോഡിഫയർ ആണ്. മൂന്നാമത്തത് യൂസർ ഡബിൾ അണ്ടർസ്കോർ ഇമേജ്. അപ്പം ഇത് ഒരു എലമെൻ്റ് ആണ്. യൂസർ ഇമേജ് എന്ന് പറയുന്നുള്ള യൂസർ ബ്ലോക്കിലെ യൂസർ ഇമേജ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, അതിൻ്റെ മോഡിഫയർ ആണ്. അപ്പോൾ ഇതൊരു എലമെൻറ്റ് മോഡിഫയർ ആണ്. ഇപ്പം HTML എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. ബട്ടൺ നമുക്ക് ആ ബ്ലോക്കിൻ്റെ ക്ലാസ് കൊടുക്കണം, പ്ലസ് ബ്ലോക്കിൻ്റെ മോഡിഫയർ ക്ലാസ് കൊടുക്കണം. നമ്മൾ യൂഷ്വലി നമ്മൾ എഴുതുമ്പോഴത്തേക്ക് ബ്ലോക്ക് എന്ന് എഴുതിയിട്ട് സ്മോൾ എന്ന് വേറൊരു ക്ലാസ് കൊടുത്ത് എഴുതും. ഇവിടെ ആകുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതും. സെയിം ബ്ലോക്കിൻ്റെ പേര് ഡബിൾ ഡാഷ് മോഡിഫയർ എന്നുള്ള ഒരു പുതിയ ഒരു ക്ലാസ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ബട്ടൺ എഴുതിയിട്ട് പഴയ നമ്മൾ എഴുതുന്ന ഒരു മെത്തേഡിൽ സ്മോൾ എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ സ്മോൾ എന്ന ക്ലാസ് ജനറിക് ക്ലാസ് ആണ്. അത് വേറെ എവിടെയെങ്കിലും ഉപയോഗിച്ച് അതിനൊരു ജനറിക് ആയിട്ട് സ്കോപ്പ് ഇല്ലാതെ ഒരു സ്റ്റൈൽ എഴുതി കഴിഞ്ഞാൽ അതിവിടെ അഫക്റ്റ് ആകും. അപ്പം അങ്ങനെ ഒരു പ്രശ്നം. അപ്പോൾ ബട്ടൺ ഐക്കൺ അല്ലെങ്കിൽ ബട്ടൺ തന്നെ ബട്ടൺ സ്മാൾ, ബട്ടൺ ബ്ലൂ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ബട്ടൺ ക്ലാസ് ചെയ്തിട്ട് അഡീഷണൽ ക്ലാസ് ആയിട്ട് ഒരു സ്മോൾ അല്ലെങ്കിൽ അഡീഷണൽ ക്ലാസ് ബ്ലൂ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതും ഇതുപോലെ ജനറിക് ക്ലാസ് ആണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഇത് വളരെ ഡിസ്ക്രിപ്റ്റീവ് ആണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ക്ലാസ് ഉണ്ട്. ഇവിടെയും CS എഴുതുമ്പം ഒരു ക്ലാസ്. പിന്നെ ഇതിൽ എക്സ്ട്രാ ക്ലാസ് എഴുതിയിരിക്കുന്നത് ബ്ലോക്കിൻ്റെ ഒരു മോഡിഫയർ ഉണ്ടാവും, ടാബ് സ്പ്രെഡ്. അതിനകത്ത് വരുന്ന എലമെൻറ്റുകളെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഒരു ക്ലാസ് എക്സ്ട്രാ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ബ്ലോക്ക് മോഡിഫയർ ഇട്ടിട്ട് അതിനകത്ത് വരുന്ന എലമെൻസിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി. അത് നമുക്ക് ഒന്ന് CSS വേരിയബിളോ എന്തെങ്കിലും കുറച്ചുകൂടെ ഒന്ന് തിങ്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കതും കുറച്ച് ഒരു പരിധി വരെ ലിമിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഒരു മിക്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളത്. ഇപ്പം ഈ എക്സാമ്പിളിൽ ഒരു കാർഡുണ്ട്, ഇമേജ്, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, അത് കഴിഞ്ഞിട്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടണിന് സ്പേസിങ്ങിന് വേണ്ടി മാർജിൻ കൊടുക്കുന്നത് ബ്ലോക്കുകൾക്ക് ഒരിക്കലും ഔട്ടർ ലേഔട്ട് മാർജിൻ സ്പേസിങ് കൊടുക്കാതിരിക്കുക എന്നുള്ള ഒരു ജനറൽ ഒരു ഗൈഡ് ലൈൻ പറയുന്നുണ്ട്. കാര്യം നമ്മൾ ലേഔട്ട് എന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഒരു ഔട്ടർ സ്ട്രക്ചറിനകത്ത്, അതായത് ഗ്രിഡുകൾക്കകത്ത് പിന്നെ ബ്ലോക്കുകൾ ഇടുന്നു. അപ്പം നമ്മൾ ഒരു ഔട്ടർ ഗ്രിഡ് കോളം തിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ടർ സ്ട്രക്ചർ, അത് കഴിഞ്ഞിട്ട് കോളംസ്, ഇതിന് ഏറ്റവും അകത്ത് ഈ ബ്ലോക്കുകളെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പം അതിനും മാർജിൻ ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ഔട്ടർ കണ്ടെയ്നർ എലമെൻറ്റുകൾക്കായിരിക്കും മാർജിൻ പാഡിംഗ് ഒക്കെ വരുന്നത്. ബ്ലോക്കുകൾക്ക് വെളിയിലോട്ട് മാർജിൻ കൊടുക്കുക. അപ്പം ഇങ്ങനെ ഒരു കേസിൽ ഇപ്പം ഇതിലിപ്പോൾ പറയുന്നത് മിക്സ് എന്ന് പറയുന്നത്, ഈ ബട്ടൺ എന്ന് പറയുന്നത് ഒരു കാർഡിൻ്റെ ഒരു എലമെൻ്റ് ആണ്. അതായത് ഈ ഫസ്റ്റ് എക്സാമ്പിളിൽ കാണാം കാർഡ് ഡബിൾ ഡാഷ് ബട്ടൺ. അപ്പോൾ കാർഡ് ഡബിൾ ഡാഷ് ബട്ടൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇവിടെ ഒരു എക്സാമ്പിൾ ഒരു മാർജിൻ കൊടുത്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മിക്സ് ഉപയോഗിക്കുന്നത് ഇതിനെ ബട്ടൺ എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് ബ്ലോക്ക് ആക്കാം ബട്ടൺ.
അപ്പോൾ കാർഡ് അണ്ടർസ്കോർ ബട്ടൺ എന്ന് പറഞ്ഞാൽ കാർഡിൻ്റെ ഒരു എലമെൻറ്റും ആയിരിക്കും, പ്ലസ് ഇതൊരു പുതിയ ബ്ലോക്കും ആയിരിക്കും ബട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ ബട്ടൺ എന്ന് പറയുന്നത് വെച്ച് നമുക്ക് പുതിയ അപ്പം മാർജിന് വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ആഫ്റ്റർ മിക്സസ് എന്നാണ് തോന്നുന്നത്, അത് എക്സാമ്പിളിൽ മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പോൾ റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ബട്ടൺ എന്ന് പറഞ്ഞൊരു ബ്ലോക്കിൻ്റെ സ്റ്റൈലുകളെല്ലാം ഉണ്ട്. പക്ഷേ ആ മാർജിൻ എന്ന് പറയുന്നത് കൊടുക്കാൻ വേണ്ടി കാർഡിൻ്റെ എലമെൻ്റ് ആയിട്ട്, അതായത് കാർഡ് അണ്ടർസ്കോർ ബട്ടൺ, അതിന് മാർജിൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മെത്തേഡ് ഇവിടെ പറയുന്നുണ്ട്. അപ്പം ഒരു നെസ്റ്റഡ് ആയിട്ട് കൊടുക്കുമ്പോൾ നെസ്റ്റഡ് ആയിട്ട് വരുന്ന ബ്ലോക്കും അതിന് വെളിയിലുള്ള ബ്ലോക്കിൻ്റെ ഒരു എലമെൻ്റ് ആയിരിക്കും. പിന്നെ എലമെൻ്റ് കൊടുക്കുമ്പോൾ നമ്മളൊരിക്കലും ബ്ലോക്ക് എലമെൻറ്റിൻ്റെ എലമെൻ്റ് അങ്ങനെ കൊടുക്കാറില്ല. അതായത് ഒരു ബ്ലോക്ക് ഉണ്ട്, അതിനകത്ത് ഒരു എലമെൻ്റ് ഉണ്ട്, എലമെൻറ്റ്. അപ്പോൾ ഈ എലമെൻറ്റിനെ നമ്മൾ നെയിം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബ്ലോക്ക് അണ്ടർസ്കോർ ഈ ബ്ലോക്കിൻ്റെ എലമെൻ്റ് എന്നാണ് പറഞ്ഞാണ് നമ്മൾ നെയിം ചെയ്യുന്നത്. അതിനകത്തൊരു എലമെൻറ്റ്, അതിനകത്ത് വേറൊരു എലമെൻ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വി ക്യാൻ ഹാവ് റിയൽ ലൈഫ് എക്സാമ്പിൾ ലൈക്ക് കാർഡ് ഫിഗർ. അപ്പോൾ ഇതിനകത്താണ് ഒരു ഇമേജ് കിടക്കുന്നത്. അപ്പോൾ ഇമേജിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് കാർഡ് ഇമേജ്, അല്ലാതെ ഇത് കാർഡിൻ്റെ അകത്തുള്ള ഫിഗറിലുള്ള ഇമേജ് ഇങ്ങനെ കൊടുക്കാറില്ല. ഫിഗറിലുള്ള ഇങ്ങനെ കൊടുക്കാറില്ല. എലമെൻറ്റിൻ്റെ എലമെൻ്റ് അങ്ങനെ ഒന്നും കൊടുക്കാറില്ല. അത് നമുക്കിപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നെയിമിങ് എലമെൻറ്റ് It is always a part of a block, not another element. This means that element names can't define a hierarchy such as ബ്ലോക്കിനകത്തുള്ള എലമെൻറ്റിനകത്തുള്ള അങ്ങനെ കൊടുക്കാറില്ല. ഇതിന് നമുക്ക് ബ്ലോക്കിനകത്തുള്ള എലമെൻറ്റ് 2 എന്ന് ഡയറക്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിനൊരു ബ്ലോക്ക് ആക്കിയിട്ട് എലമെൻറ്റ് ഉണ്ടെന്നുള്ളത് ബ്ലോക്കിനകത്തുള്ള എലമെൻ്റ് ആണ്, പ്ലസ് ഇതിനൊരു പുതിയ ബ്ലോക്ക് നെയിം കൊടുക്കുക. പിന്നെ ഓവറായിട്ട് ഒരുപാട് എലമെന്റ്സ് ഒരു ബ്ലോക്കിനകത്ത് വരികയാണെങ്കിലും അതിനെയും നെസ്റ്റഡ് ബ്ലോക്ക് ആക്കാനുള്ള എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്ന് കൺസിഡർ ചെയ്യണം. CSS മുമ്പ് നമ്മൾ CS ഒരു കാർഡ് ക്ലാസ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തുള്ള എലമെന്റ് ഡയറക്റ്റ് സ്റ്റൈൽ ചെയ്യും. ഫോർ എക്സാമ്പിൾ കാർഡിനകത്തുള്ള HT എക്സ്ട്രാ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യും. അപ്പം നമുക്കിപ്പോൾ ഒരു ടൈറ്റിൽ ത്രെഡ് എന്നുള്ള ഒരു ക്ലാസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല. ഒരു ചെറിയൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടൈറ്റിൽ ത്രെഡ് എന്ന ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്ലാസ് വെച്ച് നമുക്ക് ഇനി ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഓൾറെഡി ഒരു ക്ലാസ്സും ഒരു എലമെന്റ് നെയിമും വന്നു കഴിഞ്ഞു സ്കോപ്പിൽ. അപ്പോൾ ഇനി നമ്മൾ സെയിം എമൗണ്ട് ഓഫ് സ്പെസിഫിസിറ്റി നമ്മൾ അപ്ലൈ ചെയ്യണം. H3 ഡോട്ട് റെഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിന് ഓവർ റൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓവർ റൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ കാർഡിലെ ടൈറ്റിൽ റെഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ ഓവർ റൈഡ് ചെയ്യാം. അല്ലാതെ നമുക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബെമ്മാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ ഒരു അതായത് ഓവർ റൈഡായി, ഓൾറെഡി ഓവർ റൈഡായി. ഒരു ക്ലാസ്സാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ടൈറ്റിൽ റെഡ്, പക്ഷെ അത് ഓവർ റൈഡായി. കാര്യം ഒറിജിനൽ ക്ലാസ് ഒരു സിംഗിൾ ക്ലാസ്, ഒറിജിനൽ അതിൻ്റെ സ്റ്റൈൽ വരുന്ന ഒരു സിംഗിൾ ക്ലാസ്സിൽ നിന്നാണ്. അപ്പോൾ ഒരു സിംഗിൾ ക്ലാസ് വെച്ച് നമുക്ക് അതിനെ ഓവർ റൈഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പം വേറൊരു കേസ് വരാം. ഇപ്പം മുകളിൽ വേറൊരു H3 വന്നു, ഇവിടെ ഒരു ടീം എന്നോ മാർക്കറ്റിംഗ് ടീം എന്നൊരു ഹെഡിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ പിന്നീട് HTML ഇതിനെല്ലാം മാറ്റേണ്ടി വരും. എന്താണ്, ഇതെല്ലാം H5 ആകും,
നമുക്ക് ഈ കേസ് നോക്കാം. ഇത് ഞാൻ നേരത്തെ ചെയ്ത് നോക്കിയതാണ്. ഇപ്പം ഇത് തിരിച്ച് H4 ആക്കി കഴിഞ്ഞാൽ സ്റ്റൈൽ ഇപ്പോൾ H5 ആക്കുമ്പോഴത്തേക്കും അതിൻ്റെ സ്റ്റൈൽ മാറിപ്പോയി. ഇതിൻ്റെ H4 ആക്കി കഴിഞ്ഞാൽ ആ സ്റ്റൈല് പോയി. അതേ മറിച്ച് ഇവിടെയാണെങ്കിൽ ഇത് H5 ആയി, ഇത് പിന്നീട് H4 ആയി. സ്റ്റൈൽ മാറിയിട്ടില്ല. ഇപ്പോൾ ഇത് H4 H5 ആണ്, പക്ഷേ സ്റ്റൈൽ മാറില്ല. കാര്യം നമ്മൾ ക്ലാസ് വെച്ചിട്ടാണ് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് പിന്നീട് നമ്മൾ വലിയ HTML ആണ്, നമ്മൾ HTML മാർക്കപ്പ് മാറിയാലും നമ്മൾ തിരിച്ച് സ്റ്റൈലിൽ പോയി ചേഞ്ച് ചെയ്യേണ്ടി വരുന്നില്ല. നമ്മൾക്ക് ഒരു പഴയ പേജ് തന്ന് നമ്മൾ കുറച്ച് ചേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയ അഡീഷണൽ ക്ലാസ് ഇട്ട് എക്സ്ട്രാ ഒരുപാട് സ്റ്റൈൽ പുതിയത് വാരി എഴുതേണ്ടി വരും. നമുക്ക് ഡയറക്റ്റ് എവിടെയാണോ പോയി ക്ലാസ്സിൽ അവിടെ നമുക്ക് പോയി ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ബെമിൻ്റെ ഒരു ബെനിഫിറ്റാണ്. ഇതുപോലെ തന്നെ കൂടുതൽ ഓവർ ക്വാളിഫിക്കേഷൻ ഈ ബട്ടൺ എന്ന് എഴുതി കഴിയുമ്പോൾ തന്നെ ആയിക്കഴിഞ്ഞു. എലമെന്റ് എന്ന് പറയുമ്പോൾ ബട്ടൺ ഐക്കൺ എന്ന് പറയുമ്പോൾ എലമെന്റ് ആയി കഴിഞ്ഞു. മോഡിഫയർ എന്ന് പറയുമ്പോഴത്തേക്കും ബട്ടൺ ഗ്രീൻ എന്ന് പറഞ്ഞ ഒറ്റ ക്ലാസ് വെച്ചാൽ ഇങ്ങനെ എക്സ്ട്രാ ക്ലാസ്സുകൾ എഴുതാതിരിക്കുക. നെക്സ്റ്റ് എലമെന്റ് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. ഞാനൊരു ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് റെഫറൻസ് സ്പെസിഫിസിറ്റി ജനറൽ CSS ലേണിങ്ങിന് നല്ലൊരു റിസോഴ്സാണ് ഈ web.devലുള്ള CSS ട്യൂട്ടോറിയൽ. ഇത് സ്പെസിഫിസിറ്റി മാത്രമല്ല, എല്ലാ ടോപ്പിക്കുകളും നോക്കുന്നത് നല്ലതായിരിക്കും. താങ്ക് യു.